ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബിരിയാണിക്ക് വേണ്ടി 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ക്ലീൻ ചെയ്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചെമ്മീനിലേക്ക് മസാല പുരട്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയാൽ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആയാൽ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത് എണ്ണയിൽ തന്നെ സവാള വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 7 പച്ചമുളക്, 10-15 അല്ലി വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ പകുതിയോളം ഇഞ്ചി. ഇത് ചതച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ചേർക്കാം. ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് തക്കാളി നന്നായി ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് വേവിച്ചാൽ മതി. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കാം. ഇനി ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള നെയ്ച്ചോറ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ചെറിയ സവാളയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ഏലക്ക, 5 ഗ്രാമ്പു, ചെറിയ പീസ് പട്ട ചേർത്ത് വഴറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ഞാൻ 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തത്. ഇത് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ബിരിയാണി ദം ചെയ്യാം. ഈ ചോറിൽ നിന്നും പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റാം.
ഇനി ഇതിൻ്റെ മുകളിൽ ഗരം മസാലപ്പൊടി വിതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പാലിൻ്റെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത സവാളയും കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മസാല മുഴുവൻ വെച്ചു കൊടുക്കാം. ഇനി മാറ്റി വെച്ച നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നിരപ്പാക്കി കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടി പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാളയും കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് അടുപ്പത്ത് മാറ്റാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇതിനി അടുപ്പത്തുനിന്ന് മാറ്റാം. ചൂടോടുകൂടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്